ക്ഷേത്രത്തിനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടായിരിക്കും. ആ കേൾക്കുന്നത് മുഴുവൻ ഇവിടുത്തെ സ്വത്തിനെ കുറിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ സമ്പത്തിനെ കുറിച്ചിട്ടായിരിക്കും. ഞാൻ പറയും ഇവിടുത്തെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നതാണ് ആ കിടക്കുന്നത്. ആ ശ്രീപത്മനാഭനാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഒരു പക്ഷേ വിഷ്ണു സഹസ്രനാമം കൊണ്ട് നമസ്കരിക്കുന്ന ഏകക്ഷേത്രം ലോകത്തിൽ ഇതായിരിക്കും. വലിയൊരു അനുഭവമാണ്, പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നേക്കാൾ കണ്ടു മനസ്സിലാക്കേണ്ട ഒരു അനുഭവമാണെന്ന് പറയാം. അത് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ദോഷങ്ങളുടെ തീരാനായിട്ട് അങ്ങനെയുള്ള ചില സങ്കല്പത്തിൽ ചെയ്യുന്ന ഇതിൻ്റെ ഭാഗമാണ് ഈ ജലജപം എന്നുള്ളത്. നമസ്കാരം. നാടിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി തിരുവിതാംകൂർ രാജവംശം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തുടങ്ങിവെച്ചതാണ് മുറജപം. ഈ മുറജപം എന്താണ് എന്നതിനെക്കുറിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് വലിയ ധാരണയില്ല. മുറജപം എങ്ങനെ, എന്ത് എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായി പറഞ്ഞു തരാൻ അറിയുന്ന ഒരാൾക്കൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം തന്ത്രി നെടുമ്പള്ളി കർണനല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട്. നമസ്കാരം. നമസ്കാരം. ഈ മുറജപം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊന്നും ഒരു ധാരണയില്ല അതിനെക്കുറിച്ച്. പുതിയ തലമുറയ്ക്ക് അറിയേയില്ല. എന്താണ് മുറജപം? ഈ മുറജപം എന്ന് പറഞ്ഞാൽ വേദജപം. വേദത്തിനെ തന്നെ പറയുന്ന ഒരു, ഒന്നുകിൽ തമിഴായിരിക്കാം അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്ന ഒരു പേരാണ് മുറ എന്നുള്ളത്. അത് ജപിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഈ മുറജപം എന്ന് നമ്മൾ പറയുന്നത്. വേദത്തിൻ്റെ സംഹിതകളെ പൂർണ്ണമായിട്ടും അധ്യാവസാനം ജപിക്കുക. ഈ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് ആ ക്ഷേത്ര ചൈതന്യത്തിൻ്റെ വൃദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പറയുന്ന 5 കാര്യങ്ങളിൽ ആചാര്യ തപസ അമ്നായ ജപേന നിയമേന ച എന്ന് പറയുന്ന അമ്നായ ജപം എന്ന് പറയുന്നതാണ് വേദജപം. അത് ആ ചൈതന്യത്തിൻ്റെ നിലനിൽപ്പിന് പ്രധാനമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വിരാട് പുരുഷൻ്റെ ശ്വാസനിശ്വാസമായിട്ടാണ് വേദത്തിനെ പറയുന്നത്. അപ്പോൾ ആ വിരാട് പുരുഷനെ തന്നെ നമ്മൾ ഒരു സാകാര രൂപമായിട്ട് ഒരു ക്ഷേത്രത്തിൽ ബിംബോപാധിയിൽ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ ചൈതന്യത്തിൻ്റെ നിലനിൽപ്പ്, ശ്വാസമില്ലാതെ കൊണ്ട് ജീവൻ്റെ നിലനിൽപ്പ് ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് വേദം എത്രയധികം അവിടെ വേദത്തിൻ്റെ ശ്രവണം അല്ലെങ്കിൽ ഇത് നടക്കുന്നുവോ അത്രയും അവിടുത്തെ ചൈതന്യം പുഷ്ടിപ്പെട്ട് നിൽക്കും എന്നുള്ള ഒരു കാരണമാണ് ഈ വേദജപത്തിന് പ്രാധാന്യം വരുന്നത്. അതാണ് മുറജപം എന്ന് പറഞ്ഞാൽ വേദജപം തന്നെയാണ്. എന്നു മുതലായിരിക്കും ഈ മുറജപം ആരംഭിച്ചത്? തിരുവിതാംകൂർ രാജവംശമാണല്ലോ തുടങ്ങി വെച്ചത്. ഇതിപ്പോൾ 47ാമത്തെയാണ് എന്ന് പറയുമ്പോൾ 6 വർഷം കൂടുമ്പോഴാണ്. 1750 ആണ് ആരംഭിച്ചതായിട്ട്. ഈ ആരംഭിച്ചതായിട്ട് പറയുമ്പോൾ ഒന്ന് പറയാം, നമ്മൾ അതിനു മുമ്പ് ഉണ്ടായിരിക്കാം, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇന്ന് കാണുന്ന വ്യവസ്ഥയെ ചിട്ടപ്പെടുത്തിയിട്ട് ഒരു ഇത് വരുന്നത് 1750 മുതലാണ് തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ 56 ദിവസങ്ങളിലായിട്ടുള്ളത്, അതിന് 7 മുറകൾ 8 ദിവസത്തേതായിട്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു ക്രമം വരുന്നത് ഈ 1750 മുതലായിരിക്കും. 56 ദിവസമാണല്ലോ. ഈ 56 ദിവസവും ഓരോ ദിവസത്തെയും പാരായണം അത് ഒരേപോലെ, അത് ഒരേ രീതിയാണ്. അതായത് 8 ദിവസം കൊണ്ട് ഒരു സംഹിത പൂർണ്ണമാകുക. അപ്പോൾ അതിന് ഓരോ ദിവസവും ഓരോ ഭാഗം പൂർത്തിയാക്കി പോവുക എന്നുള്ളതായിരിക്കും. അങ്ങനെ ആകുമ്പോൾ 8 ദിവസം കൊണ്ട് എങ്ങനെ തീരും? ഇപ്പോൾ ഋഗ്വേദമാണെങ്കിൽ ഒരഷ്ടകം ഒരു ദിവസം, അങ്ങനെ 8 അഷ്ടകമാണ് ഋഗ്വേദം. അപ്പോൾ അതങ്ങനെ പൂർത്തിയാക്കുക, 8ാമത്തെ ദിവസം പൂർത്തിയാകുന്ന രീതിയിൽ. അതെല്ലാം അത് ആ ഒരു ക്രമത്തിലാണ് അതിൻ്റെ വ്യവസ്ഥയുള്ളത്. ഈ 4 വേദങ്ങളും പാരായണം ചെയ്യുന്നു ഈ 56 ദിവസം. ഇങ്ങനെ ഒരു രീതി, ഇങ്ങനെ ഒരു അനുഷ്ഠാനം ഇത് വേറെ എവിടെയും ഇല്ലയെന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലല്ലാതെ. അത് 4 വേദം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ അഥർവവേദം,
ഇല്ലാതായിട്ട് അനവധി നൂറ്റാണ്ടുകളായി ഉണ്ടാവും. അത് അപ്പോൾ ഈ കേരളത്തിൽ ഒന്നിലും അഥർവവേദത്തിനെ കാണില്ല, 3 വേദങ്ങളേ ഉണ്ടാവുള്ളൂ. കാരണം ഒരു 500 വർഷം അല്ലെങ്കിൽ 1000 വർഷത്തിന് മുമ്പ് ഇല്ലാണ്ടായ ഒരു സാധനം നമ്മുടെ ഒന്നിലും കാണാൻ വഴിയില്ല. അതുകൊണ്ട് ഇവിടെയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ ഏതാനും ഈ തവണത്തെ അല്ലാതെ കൊണ്ട് അതിന് മുമ്പ് ഒരു 3-4 മുറജപ കാലങ്ങളിൽ ഇവിടെ അഥർവവേദത്തിൻ്റെ ഇവിടെ ഒരു പാഠശാല ഉണ്ടായിരുന്നു. അവിടുത്തെ അധ്യാപകർ വന്ന് ചെയ്യുണ്ടായിട്ടുണ്ട്. അപ്പോൾ നിഷേധമുള്ളതല്ല. കാരണം ഇത് പൂർണ്ണമായിട്ടും ഈ 1750 ആരംഭിക്കുമ്പോൾ മലയാള സമ്പ്രദായത്തിൽ കേരളത്തിലെ വേദസമ്പ്രദായം നിലനിൽക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടും കൂടി എന്ന് പറയാം. കാരണം ഇതെല്ലാം നിലനിൽക്കുന്നതിന് അതാത് കാലഘട്ടത്തിലെ രാജാക്കന്മാരുടേതായ വലിയൊരു സഹായം വേദത്തിന് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗം കൂടിയായിരുന്നു ഇത്. അതില്ലാതെ കൊണ്ട് അപ്പോൾ ഇല്ലാത്ത വേദത്തിന് ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല, മലയാളത്തിലില്ല. അതുകൊണ്ട് മറ്റു 3 ആണ് നടന്നിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 100 കൊല്ലം മുമ്പത്തെ അല്ലെങ്കിൽ 100-150 കൊല്ലത്തിനുള്ളിലുള്ള ഒരു മുറജപത്തിൻ്റെ കടലാസിൽ 1632 വേദപണ്ഡിതന്മാരിവിടെ 56 ദിവസം താമസിച്ച് വേദം ചൊല്ലിയതായിട്ട് കണ്ടിട്ടുണ്ട്. മലയാളത്തിലെ നമ്പൂതിരിമാർ തന്നെ താരതമ്യേന ഈ കാലഘട്ടത്തിൽ അത് ഒരു 10, 20, 25 വർഷം മുമ്പത്തേക്കാൾ കൂടുതൽ ആൾക്കാർ ഈ വേദത്തിൽ താല്പര്യത്തോടു കൂടി വരുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. ഈ മലയാളത്തിൽ നിന്ന് ഇതില്ലാതെ കണ്ടായി ഇപ്പോൾ എല്ലാ സമ്പ്രദായവും വെച്ചാൽ പരദേശ സമ്പ്രദായം എന്ന് പറയാവുന്ന എല്ലാ സമ്പ്രദായവും ചേർന്നാണ് കുറച്ച് കാലമായിട്ട് ഇത് നടന്നു വരുന്നത്. അഥർവവേദത്തെ ഒരു നിഷേധ വേദമായിരുന്നല്ലോ അത് നിഷേധം എന്ന് പറയാനത് ഇല്ലാത്തത് എന്നുള്ളതിൽ കഴിഞ്ഞ് നിഷേധിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വേദത്തിൽ ഒന്നിനെയും നിഷേധിക്കാൻ പറ്റില്ല. കാരണം ഒരു ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യാഗാദികളിൽ അതാണ് അവൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എന്ന് കണക്കാക്കുന്ന യാഗാദികൾക്ക് അഥർവത്തിൻ്റേതായ സ്ഥാനമുണ്ട്, അവരുടെ പ്രയോഗങ്ങളുമുണ്ട്. അപ്പോൾ നിഷേധിക്കാനൊന്നും പറ്റില്ല. ഇല്ലാത്തതായിരുന്നു കേരളത്തിൽ, അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഇനി കേരളത്തിൽ എന്ന് പറയേണ്ടതെന്നേ ദക്ഷിണ ഭാരതത്തിൽ തന്നെ അഥർവത്തിൻ്റെ സ്ഥിതി വളരെ പരുങ്ങലായിരുന്നു. മറ്റേ കാഞ്ചി പെരിയവരാണ് 2 പേരെ അയച്ച് എവിടെയോ ഉത്തരേന്ത്യയിൽ അയച്ച് അവർ പഠിച്ചു വന്നതിന് ശേഷമാണ് ഇവിടെ അഥർവം കുറച്ചെങ്കിലും ഉണ്ടായി തുടങ്ങിയത് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കില്ലാത്തത് കൊണ്ട് നമുക്ക് അത് നിഷേധം പറയാൻ പറ്റില്ല, ഇല്ലായിരുന്നു. പക്ഷെ അതുകൂടി വേണം, 4 വേദങ്ങളാണ് പൂർണ്ണമാവുള്ളൂ. അതാണ് നമ്മുടെ അമ്പലത്തിൽ, അതാണ് നമ്മളിപ്പോൾ അല്ല അതിവിടെ നടന്നിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ ഇതിപ്പോൾ ആദ്യമായിട്ടാണെന്ന് പറയാനില്ല എന്ന്. ഇവിടെ ഇതിന് മുമ്പ് 2-3 തവണയൊക്കെ ഇപ്പോൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മളത് വേണം എന്ന് തീരുമാനിച്ചു. കാരണം പത്മനാഭസ്വാമിയുടെ ഒരു നാമം ചതുർവേദ വിധേയ എന്നാണ് സഹസ്രനാമത്തിൽ ഒരു നാമം വിഷ്ണുവിനെ പറയുന്നത്. അപ്പോൾ ചതുർവേദങ്ങളും വേണം എന്നുള്ളത് തന്നെയാണല്ലോ, അല്ലെങ്കിൽ അതിനെ അറിയുന്ന ആൾ എന്ന് പറയുമ്പോൾ അത് വേണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആലോചിച്ചത്. 4 വേദങ്ങളുടെയും ഒരു പാരായണം വരുമ്പോഴാണല്ലോ അത് പൂർത്തിയാവുന്നത്. നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ അതാണിപ്പോൾ ഇവിടെ നടക്കുന്നതും. പക്ഷേ ഇതിൻ്റെ ഒരു വിപുലീകരിച്ചൊരു രീതി ഇക്കണ്ട കാലയളവിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ തോന്നുന്നു. ഇത്തവണ പക്ഷെ അങ്ങനെ അല്ല അല്ലേ? ഇപ്പോൾ 4 ഒരു കാലഘട്ടത്തിൽ വേദം 1 ആയിരുന്നു, പിന്നത് 4 പിന്നത് സാധാരണക്കാരിലേക്ക് അല്ലെങ്കിൽ അന്നത്തെ ഓരോ ആവശ്യങ്ങൾക്കാണല്ലോ. ഇപ്പോൾ ഈ വേദം എന്ന് പറഞ്ഞ് നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സംഹിത മാത്രമല്ല ബ്രാഹ്മണ ആരണ്യക ഉപനിഷത്തുക്കളും കൂടി ചേരുമ്പോഴാണ് സാങ്കോപാംഗമായിട്ട് വേദം എന്നും പൂർത്തിയാവുള്ളൂ. അതോടൊപ്പം തന്നെ അതിൻ്റെ വേദാംഗങ്ങൾ ആയിട്ടുള്ള ശാസ്ത്രങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഉപവേദങ്ങളുണ്ട്, ഷഡ്ദർശനങ്ങളുണ്ട്, ഇതിഹാസ പുരാണങ്ങളുണ്ട്, ഉപപുരാണങ്ങളുണ്ട്. ഇതെല്ലാം ചേരുന്നതാണ് ഒരു സ്മൃതികൾ. അപ്പോൾ ഇതെല്ലാം ചേരുന്നതാണ് ഒരു സനാതനധർമ്മത്തിൻ്റെ സംഹിതകൾ എന്ന് വേണമെങ്കിൽ പറയാം.
അല്ലെങ്കിൽ വേണമെങ്കിൽ എന്നല്ല എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം പല രീതിയിലും ഇവിടെ പല സന്ദർഭങ്ങളിലും പാരായണങ്ങൾ നടക്കുന്നതാണ്. അത് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇപ്പോൾ പുരാണങ്ങളുടെ മഹാഭാരതം ഉണ്ട്, ഈ രാമായണമുണ്ട്, പുരാണങ്ങളുണ്ട്, കുറേ മഹാത്മ്യങ്ങൾ പാരായണം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ വ്യവസ്ഥയിലുണ്ടായിരുന്നു, ഒരു കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന ആ ഒരു ഇതിൻ്റെ അത്തരം ഒരു അതിസമ്പന്നമായ ഒരു പൂർവ്വകാലമുണ്ട്. ആ കാലഘട്ടത്തിൽ ഇതെല്ലാം നടന്നിരുന്നു. അപ്പം നമുക്ക് ഈ 56 ദിവസത്തെ ഈ ഒരു ഇത് നടക്കുമ്പോൾ അതെല്ലാം ഒരാവർത്തിയെങ്കിലും ഇവിടെ ഒരു പാരായണ വ്യവസ്ഥയിലേക്ക് ചിട്ടപ്പെടുത്തുക എന്നുള്ളതും അങ്ങനെ ഒന്ന് നടത്തണം എന്നാലോചിച്ചു. അത് സാധിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ സാധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. ഇപ്പോൾ എല്ലാ പുരാണങ്ങളും ഉപപുരാണങ്ങളും ഇതിഹാസങ്ങൾ, ഇപ്പോൾ ശാസ്ത്രം എല്ലാം നമുക്കത് സാധിക്കും. ഒരു പ്രശസ്തരായ വേദപണ്ഡിതന്മാരാണല്ലോ ഈ പാരായണം നടത്തുന്നത്. അവരെവിടെ എത്തിക്കണം, 56 ദിവസം പാരായണം ചെയ്യുന്നു, അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊക്കെ വലിയൊരു ചിട്ടവട്ടങ്ങളോടെ തന്നെ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് അല്ലേ? അല്ല, ഇത് വലിയൊരു ശ്രമമുള്ളതാണ്. കാരണം നമ്മൾ 2 തരത്തിലാണ്. ഒന്ന്, ഇത്തരത്തിലൊരു ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്ത് ഒരു ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടായിരിക്കും. ആ കേൾക്കുന്നത് മുഴുവൻ ഇവിടുത്തെ സ്വത്തിനെ കുറിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ സമ്പത്തിനെ കുറിച്ചിട്ടായിരിക്കും. ഞാൻ പറയും, ഇവിടുത്തെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നതാണ് ആ കിടക്കുന്നത്. ആ ശ്രീപത്മനാഭനാണ് ഏറ്റവും വലിയ സമ്പത്ത്. അപ്പോൾ അതിനെക്കുറിച്ച്, അതിലേക്ക് കൂടുതൽ ആൾക്കാരെ ആകർഷിക്കണമെങ്കിൽ അതിനുള്ള ഒരു വ്യവസ്ഥകൾ വേണം. അങ്ങനെ ഈ മുറജപം ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ 2 കാര്യങ്ങൾ, കാരണം വേദം സംരക്ഷിക്കാനാണ് ആദ്യത്തെ അവതാരം, മത്സ്യാവതാരം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വേദസംരക്ഷണം എന്നുള്ളത് വരണമെന്നുണ്ടെങ്കിൽ ഈ എല്ലാ വേദങ്ങളെയും നമുക്കിവിടെ അതിൻ്റെ ലഭ്യമായ ശാഖകൾ അത് മുഴുവൻ ഇവിടെ ഒരു ആവർത്തിയെങ്കിലും ഈ 56 ദിവസത്തിനുള്ളിൽ ഇവിടെ അവരെ വരുത്തി ഒരു ജപം നടത്തിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചിന്തയിൽ പോയത്. കാരണം രാമായണത്തിൽ പറയുന്നത് മുതൽ തുടങ്ങിയാൽ പറയുന്നു 1180 ശാഖകളായിരുന്നു ഈ വേദത്തിനുണ്ടായിരുന്നത്. സാമവേദത്തിന് 1000 ശാഖയുണ്ടായിരുന്നു എന്ന് പറയുന്നിടത്ത് നിന്ന് ഇന്ന് 3 ശാഖയാണ് ബാക്കിയുള്ളത്. ബാക്കി 997 വേദശാഖകളും ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായി. ഇതേ അവസ്ഥയിലാണ് ഓരോന്നും. കാരണം ഞങ്ങളുടേത് ആലോചന തുടങ്ങിയപ്പോൾ ഒരു 1.5-2 വർഷത്തെ പ്രയത്നമാണ് ഈ നവംബർ 20 തുടങ്ങാറാകാനായിട്ട്. ആ കാലഘട്ടത്തിൽ അന്വേഷണത്തിൽ നമുക്ക് പരമാവധി 12 ശാഖയാണ് ബാക്കിയുള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിലേക്ക് നമ്മൾ അന്വേഷണം തുടങ്ങിയിട്ട് നമുക്ക് തുടങ്ങാൻ ഇവിടെ വന്നിരിക്കുന്നത് 9 പേര് മാത്രമായിരുന്നു. അപ്പോൾ അപ്പോഴും 3 കുറവായി. പിന്നീട് ഒരു ഇതും കൂടി കിട്ടി. അങ്ങനെ 10 ശാഖകൾ ആണ് ഇപ്പോൾ നമ്മളുടെ അറിവിൽ നിലവിൽ കിട്ടിയത്. ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ ഒരു ഫലമുണ്ടായി എന്നുള്ള ഒരു സന്തോഷമുണ്ട്. അതാണിപ്പോൾ ഈ വേദത്തിനെക്കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ട് പറയാറുള്ളത്. കാരണം വളരെ നമ്മൾ എന്താ പറയണ്ട, 1% പോലും ഇല്ല അല്ലെങ്കിൽ എന്ന് പറയാവുന്ന ഒരവസ്ഥയിലേക്ക് വേദം ചുരുങ്ങി കഴിഞ്ഞു. ഉള്ളതിനെ നിലനിർത്താനുള്ള ഒരു പ്രയത്നം അത്യാവശ്യമാണ് എന്നുള്ളത് മാത്രമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. ജപം തുടങ്ങിയപ്പോൾ തൊട്ടിട്ടേ ഞങ്ങളൊക്കെ പറ്റാവുന്ന ദിവസങ്ങളൊക്കെ വൈകുന്നേരം പത്മതീർത്ഥക്കുളക്കരയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ അത് ജലജപം കാണാൻ വേണ്ടിയാണ്. ഈ ജലജപം എന്ന് പറയുമ്പോൾ അതേക്കുറിച്ച് ഒന്ന് മുമ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നീട് ഇടക്കാലത്ത് ഇല്ലാതെ കണ്ടായിരുന്നു ജലജപം. അത് ഇപ്പോൾ കഴിഞ്ഞ മുറജപം മുതലാണ് തുടങ്ങിയത്. അത് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ദോഷങ്ങളുടെ തീരാനായിട്ട് അങ്ങനെയുള്ള ചില സങ്കല്പത്തിൽ ചെയ്യുന്ന ചില ഇതിൻ്റെ ഭാഗമാണ് ഈ ജലജപം എന്നുള്ളത്. അതിൽ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളും അത്തരം
മന്ത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് നമ്മളെന്തായാലും ഏത് കാലത്തായാലും അതിൻ്റെ ആവശ്യമാണ്. ഇത് കഴിഞ്ഞ മുറജപക്കാലത്തൊക്കെ ഇതുപോലെ ഉണ്ട് അല്ലേ? ഏത് ജലജപം ഉണ്ടായിരുന്നു ഉണ്ട്. പക്ഷേ ഇത്തവണയാണത് കൂടുതൽ അതേക്കുറിച്ച് ആളുകളിലേക്ക് എത്തുന്നതും. അല്ല, അത് ഈ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ യുഗമാണല്ലോ. അപ്പോൾ എളുപ്പമാണല്ലോ മറ്റേ ആളുകളിലേക്ക് എത്താനായിട്ട്. ഈ കേട്ടറിഞ്ഞും അല്ലെങ്കിൽ അതൊക്കെ വരുന്നതിനേക്കാളും നേരിട്ട് കാണുന്ന ഒരവസ്ഥ അതാത് സെക്കൻഡിൽ തന്നെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ആൾക്കാരിലേക്ക് എത്താൻ എളുപ്പമുണ്ട്. അതാണ്, അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. കഴിഞ്ഞ തവണയും ഇതേപോലെ തന്നെ നടന്നിരുന്നത്. അകത്ത് മാത്രമാണ് കുറച്ച് കഴിഞ്ഞ തവണത്തേക്കാൾ വിപുലമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ തവണത്തേക്കാൾ വിപുലമെന്ന് ഈ ഇത്തരം മറ്റുള്ള ഇതുകളെ മുഴുവൻ നമ്മളിതിൽ ഒരു തവണയെങ്കിലും കൊണ്ടുവരലും ഈ ശാസ്ത്രാദികളുടെ മുഴുവൻ പൂർണ്ണമായിട്ടുള്ള ഒരു പാരായണക്രമമൊക്കെ ഉൾപ്പെടുത്തുക എന്നുള്ളത് മുൻകാലങ്ങളിൽ ഇല്ലാത്ത ഒന്നാണ്. പിന്നെ അത് വിട്ട് പിന്നെ പറയാവുന്ന ഒരു സവിശേഷത ഈ മുറജപത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത്, ഇത് തുടങ്ങിയതിന് ശേഷം അനവധി ഇപ്പോൾ എന്താണ് മാധ്വ സമ്പ്രദായത്തിലുള്ളവരായാലും ഈ ശ്രീവൈഷ്ണവ സമ്പ്രദായത്തിലുള്ളവരും അതിന് തുടങ്ങിയിട്ടുള്ള സ്വാമിയാന്മാരുടെ അവർ ക്ഷേത്രത്തിൽ വരുന്നുണ്ട്. അതൊരു തുടർച്ചയായിട്ട് ഈ ഒരു ചുരുങ്ങിയ കാലത്തിനിടയിൽ ധാരാളം പേര് അവർ ഇപ്പോൾ ഉടുപ്പി അഷ്ടമഠത്തിൽ നിന്നായാലും എല്ലാവരും ഇവിടെ വന്ന് ഇതിൽ പങ്കെടുത്ത് പോകുന്നുണ്ട്. അതൊരു വലിയൊരു ഒരു പുതിയ ഒരു കാര്യം തന്നെയാണെന്ന് പറയാം. അത് സാധാരണക്കാരിലേക്കും ഈ പാരായണം അതെത്തുന്നു. വേദം എന്താണ് എന്ന് കൃത്യമായൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും അതേക്കുറിച്ചൊക്കെ ചെറിയ തോതിലെങ്കിലും ഒരു വിവരങ്ങൾ എത്തിക്കാനും കഴിയുന്നുണ്ട് അല്ലേ? ഇതിപ്പോൾ അവിടെ നടക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കണമെന്ന് തോന്നുന്നവർക്ക് അവിടെ നിന്ന് കേൾക്കാനുള്ള സംവിധാനം, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിൽ കൂടെ അപ്പോൾ എല്ലാ ദിക്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാ സ്ഥലത്തു കൂടെയും പോകാൻ പറ്റില്ല. പറ്റാവുന്ന സ്ഥലങ്ങളിൽ അവർക്ക് കേൾക്കാനോ നിൽക്കാനോ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഇതിനെ കേൾക്കുക എന്നതിൽ കവിഞ്ഞറിയാൻ ശ്രമിക്കണമെങ്കിൽ ആദ്യം കേൾക്കണം. അപ്പോൾ അതിനുള്ളൊരവസരം നമ്മൾ ഇത്തവണ എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ ആൾക്കാരത് ചെയ്തു വരുന്നുണ്ട്. വേദങ്ങൾ എവിടെ പാരായണം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരേ വേദങ്ങൾ തന്നെയാണ്. പക്ഷേ ഓരോ ക്ഷേത്രത്തിൻ്റെയും ആ വിഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേകത അതുകൂടി പ്രധാനമല്ലേ ആ പാരായണവും അവിടുത്തെ രീതികളുമായിട്ട്? അത് വേദപാരായണത്തിനുണ്ടാവില്ല, ബാക്കി ചിട്ടകളിലെല്ലാം അതിൻ്റെ പ്രാധാന്യങ്ങളുണ്ടായിരിക്കാം. കാരണം ഇവിടെ പ്രസിദ്ധമാണ്, മറ്റേ 12,000 സാളഗ്രാമം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തിനനുസരിച്ചായിരിക്കും. പിന്നെ ഒന്നത്, രണ്ടാമത് ഈ ശ്രീ പത്മനാഭസ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവിതാംകൂറിൻ്റെ പെരുമാളാണ്. അത്രയും രാജകീയമായിരിക്കും ഇവിടുത്തെ ഓരോ ചിട്ടകളും കാര്യങ്ങളും. അത് പരമാവധി നിലനിർത്താൻ നോക്കുക, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ സാധിക്കുന്ന പോലെ ചെയ്യുക, അത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിപ്പോഴും തുറന്നു വരുന്നുണ്ട്. അതിൻ്റെ തന്നെയായിരിക്കും ഈ 56 ദിവസത്തിനുണ്ട് ഒരു പ്രാധാന്യം. ചാതുർമാസ്യം എന്ന് പറയുന്ന വ്രതം 56 ദിവസമാണ്, 4 പക്ഷമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രത്യേകതകൾ ഈ 56 എന്നുള്ള ദിവസത്തിനെ നിശ്ചയിക്കാൻ, അല്ലെങ്കിൽ 60 ദിവസം ആവാലോ, അല്ലെങ്കിൽ 50 ദിവസം ആവാലോ. ഈ നമ്മളിപ്പോൾ സാമാന്യ നിലയ്ക്ക് കേൾക്കുന്ന ഏറ്റവും വലിയ ഇത് മണ്ഡലകാലം 41 ദിവസം എന്ന് പറയുന്ന രീതിയിൽ, ഇതൊന്നുമല്ലാതെ ഈ സംക്രമത്തിൻ്റെ അന്ന് 56ാമത്തെ ദിവസം ആവാൻ പാകത്തിന് എന്ന് പറയുമ്പോൾ അതൊരു ചാതുർമാസ്യത്തിൻ്റെ കണക്കാണ് ഉള്ളത്. പിന്നെ ഈ ലക്ഷദീപം എന്ന് പറയുന്നത് അതൊരു ഒരു ദീപയാഗം എന്ന് പറയുന്ന ഒരു ക്രിയ തന്നെയാണ്. ഈ നമ്മൾ കാണുന്ന ഇലൂമിനേഷൻ അല്ലെങ്കിൽ ലൈറ്റ് കത്തിക്കൽ എന്നുള്ളത് മാത്രമല്ല, അവിടെ ഒരു ക്രിയ നടക്കുന്നുണ്ട് അതിനുള്ളിൽ. അത് ഇപ്പോൾ സാധാരണയ്ക്ക് 11 ഭദ്രദീപം കഴിഞ്ഞ് 12ാമത്തെ ലക്ഷദീപം വരും. ഓരോ അയനത്തിനും ഇങ്ങനെ ശിവേലിക്ക് ബന്ധപ്പെട്ട് നടത്തുന്നതാണ്. അപ്പോൾ അത്തരം ചില ഈ ക്രിയകളുടെയും കൂടിയും ചേർത്തിട്ടാണ് ഈ 56 ദിവസത്തെ മുറജപം ആരംഭിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് ഇപ്പോൾ ഇവിടെ മാത്രമാണ് ഇപ്പം നടക്കുന്നത് എന്നുള്ളൂ. മുമ്പൊക്കെ വേറെയും പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ
കേരളത്തിൽ ഇതുപോലെ ഇപ്പം ഈ മുറജപത്തിന് നടക്കുന്ന പാരായണക്രമത്തിൽ ഒരു വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഒരു ക്രമം ഇതിനു മുമ്പ് എവിടെയും നടന്നിട്ടുണ്ടായിരിക്കുമെന്ന് തോന്നണില്ല. കാരണം 2 കാരണങ്ങളുണ്ട്. ഒന്നാമത് ഇത്രയും ദീർഘമായ ഒരു കാലഘട്ടം നടക്കുന്നത് എന്നുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളതിനെയൊക്കെ ചിന്തിക്കാൻ സമയമുള്ളൂ. പിന്നെ അത്രയും പേര് വന്നാൽ അതിനെ മുഴുവൻ ഓരോ സ്ഥലത്തിരുന്ന് പാരായണം ചെയ്യാനുള്ള സ്ഥലമുള്ള ഒരു വലിയതാണ്. ഇതിവിടെ ഇപ്പോൾ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഈ 1600 ആൾ ഇരുന്നിരുന്നു എന്ന് പറയുന്നതെങ്കിൽ ഇപ്പോഴും 250 ആളെ ആവണുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് നൃത്തം. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നോക്കിയാൽ നമുക്ക് ആദ്യത്തെ ആയിരിക്കാം ഒരു പക്ഷേ ഇങ്ങനൊരു വലിയൊരു ബൃഹത്തായിട്ടുള്ള ഒരു ജപയജ്ഞം എന്ന് പറയുന്നത്. പത്മനാഭസ്വാമിയുടെ അനുഗ്രഹമുള്ളതുകൊണ്ട് ഓരോ മുറജപ സമയത്തും അതിങ്ങനെ വിപുലീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ തന്നെ വേണ്ട കരുതാൻ. ഇപ്പോൾ കഴിഞ്ഞ 6 വർഷം മുൻപുണ്ടായിരുന്ന അതേ രീതികളായിരിക്കില്ല ഇപ്പോൾ, അല്ലേ? അത് മാറിക്കൊണ്ടിരിക്കും. കാരണം കാലഘട്ടത്തിൻ്റെ ആവശ്യവും കൂടിയാണ്. കുറേ ഈ പറഞ്ഞ പോലെ വേദം സംരക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് പ്രയോഗിക്കാനുള്ള അവസരങ്ങളും വേദികളും ഉണ്ടാവണം. അതിന് ഇത്തരം ക്ഷേത്രങ്ങളെ സാധിക്കൂ, അല്ലാതെ നമ്മൾ നടക്കില്ല. കാരണം പ്രയോഗിക്കണമെങ്കിൽ നമുക്ക് ഇന്ന് ഇത്തരം മഹാക്ഷേത്രങ്ങളെ അതിന് ഒരു വേദിയാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇത് കൂടുതൽ വിപുലമാകാനാണ് ഭാവിയിലും സാധ്യത. അങ്ങനെ വരൂ. ഇപ്പോൾ ഞാനിവിടെ ഒരു 3 വർഷം മുമ്പ് എൻ്റെ ഒരു ചിന്തയിലുണ്ടായിരുന്നതാണ് വിഷ്ണു സഹസ്രനാമ ജപം എന്നുള്ളതിനെ നമുക്ക് ഇവിടെ, കാരണം ഇവിടെ പല സംഗതികളിലും വിഷ്ണു സഹസ്രനാമത്തിന് വലിയ പ്രാധാന്യമുള്ളതാണ്. ഒരു പക്ഷേ വിഷ്ണു സഹസ്രനാമം കൊണ്ട് നമസ്കരിക്കുന്ന ഏകക്ഷേത്രം ലോകത്തിൽ ഇതായിരിക്കും. ഓരോ ശ്ലോകം ചൊല്ലി നമസ്കരിക്കുന്ന ഏകക്ഷേത്രം ചിലപ്പോൾ ഇതായിരിക്കും. അത്രയും പ്രാധാന്യം വിഷ്ണു സഹസ്രനാമത്തിനുണ്ട്. അപ്പോൾ നമുക്കത് കുറച്ച് ജപം സംഘടിപ്പിക്കുക, ആൾക്കാർ ജപിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുക. എൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ എൻ്റെ മോഹം എന്ന് പറയുന്നത് ഈ ഗോപുരത്തിനകത്തേക്ക് കടന്നാൽ പുറത്തേക്ക് കിടക്കുന്നതിനകത്ത് ഒരാൾ കടന്നാലും അയാൾ പുറത്തേക്ക് കിടക്കുന്നതിനകത്ത് ഒരാവർത്തിയെങ്കിലും ജപിക്കണം എന്നുള്ളതാണ്. കാരണം പണ്ട് ചിത്തിര തിരുനാൾ മഹാരാജാവ് ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് എഴുന്നള്ളുന്ന സമയത്ത് ആ ചെമ്പകത്തുനാൾ കടന്നാൽ അദ്ദേഹം തൊഴുത് പുറത്തേക്ക് മുഴുവൻ വിഷ്ണു സഹസ്രനാമമാണ് ജപിക്കുക എന്ന് കേട്ടിട്ടുണ്ട്. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു സന്ദേശമാണ്. സാധാരണ ഒരാൾ ഇവിടെ വന്നാൽ ഇത് തന്നെയാണ് ഏറ്റവും ഉചിതമായി ചെയ്യേണ്ടത് എന്നുള്ള അദ്ദേഹം തന്നെ പ്രവൃത്തിയിൽ കൂടി കാണിച്ചു തരുന്ന ഒരു ഇതാണ്. അപ്പോൾ അത് വെച്ചും കൊണ്ട് അതാണ് എൻ്റെ ഒരു മോഹം. പക്ഷെ നമ്മൾ ഒരു സ്ഥലത്ത് കുറച്ച് ആളെങ്കിലും ഇരുന്ന് നിത്യം അല്ലെങ്കിൽ ഒരു ഇത് തുടങ്ങുക എന്ന് പറഞ്ഞ് ഒരു ഞായറാഴ്ചകൾ തോറും, അതാണല്ലോ ആൾക്കാർക്ക് സൗകര്യം എന്നുള്ള നിലയ്ക്ക് തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ നിത്യജപമായി അത് മാറി. ഇപ്പോൾ 1.5 വർഷമായിട്ട് നിത്യം ഒരു 150-200 പേര് അവിടെ ഇരുന്ന് 2-3 ആവർത്തി മിനിമം സ്ഥിരം ജപിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 3 ലക്ഷത്തോളം സഹസ്രനാമ ജപം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു കാര്യം തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് വിപുലമായ തോതിലേക്ക് മാറുമെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. അപ്പോൾ ഭാവിയിലും ഇത് കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ജനങ്ങളിലേക്ക് എത്താനായാലും ഇവിടെ ഇത് നടക്കാനായാലുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് എന്നുള്ളതാണ്. ഈ ജപം ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ ശിവേലിയും വളരെ പ്രത്യേകതയുള്ളതാണ്. ഈ മുറ ശിവേലി, അതേക്കുറിച്ച് ഒന്ന് പറയൂ. അതിപ്പോൾ ഓരോ മുറയും കഴിയുമ്പോൾ എന്നുവെച്ചാൽ ഒരു മുറ എന്ന് പറഞ്ഞാൽ 8 ദിവസത്തെ 8ാമത്തെ ദിവസത്തെ വൈകുന്നേരത്തെ ശിവേലിയാണ് ഈ മുറ ശിവേലിയായിട്ട് നടത്തുന്നത്. അത് ഓരോ വാഹനങ്ങളിലായിട്ട് ഉത്സവകാലത്തുള്ള പോലെ തന്നെ അനന്തവാഹനത്തിൽ അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ വാഹനങ്ങളിലായിട്ടാണ് ഈ ശിവേലികളൊക്കെ. അതിൻ്റെ അവസാനത്തെ മുറ 7ാമത്തെ മുറയുടെ 8ാമത്തെ ദിവസം എന്ന് പറയുന്നതാണ് ഈ 56ാമത്തെ ദിവസം ലക്ഷദ്വീപായിട്ട് വരുന്നത്. അന്ന് ഗരുഡൻ്റെ പുറത്താണെന്ന് മാത്രം. ബാക്കി ഓരോ ഇപ്പോൾ പല്ലക്കിലും ഇന്ദ്രവാഹനത്തിലും അങ്ങനെ കമലവാഹനത്തിലും ഇങ്ങനെ മാറി ഓരോ വാഹനങ്ങളിലായിട്ടാണ് ഈ പ്രദക്ഷിണങ്ങൾ. അതാണ് ഓരോ മുറയും കഴിയുമ്പോൾ ആ ശിവേലി അത് ഓരോ വാഹനത്തിൽ എഴുന്നള്ളിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും ബൃഹത് രൂപമാണ് അല്ലെങ്കിൽ ഏറ്റവും ഇതായിട്ടുള്ളതാണ് ലക്ഷദ്വീപത്തിൻ്റെ അന്നത്തെ
ശിവേലിയായിട്ട് വരുന്നത്. മുറജപത്തിൻ്റെ അവസാനത്തെ 56ാമത്തെ ദിവസമാണല്ലോ ലക്ഷദീപം തെളിയിക്കുന്നത്. ഈ ലക്ഷദീപം എന്ന് പറയുന്നത് വളരെ രാജകീയമായി തന്നെയാണല്ലോ. എന്താണ് രാജാവ്, ഏത് തരത്തിലാണ്, അതൊക്കെ നമുക്ക് ഈ പുതിയ തലമുറയ്ക്ക് അതൊക്കെ കേട്ടുകേൾവിയാണ്. പക്ഷേ ഞാനും ഇതിന് മുൻപുള്ള ലക്ഷദീപങ്ങൾക്കൊക്കെ അമ്പലത്തിനകത്ത് പോയിട്ടുണ്ട്, അവിടെ ഇരുന്നത് കണ്ടിട്ടുണ്ട്. ആ സമയത്ത് എനിക്കറിയാം, നമ്മൾ കേട്ട് മാത്രം പരിചയമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൺമുന്നിൽ കാണുകയാണ്. രാജാവ് വരുന്നു, മറ്റ് ശിവേലി പോലും സാധാരണ ദിവസങ്ങളിൽ ശിവേലിയിൽ നിന്ന് പോലും വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ രാജകീയമായി തന്നെയാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. അങ്ങനെയല്ലേ അത്? ഇവിടുത്തെ ഈ ദേവൻ്റെ എല്ലാ ഇതുകളും ഒരു ചക്രവർത്തിക്ക് എന്നിങ്ങനെയാണോ ഉപചാരങ്ങൾ ഇതുള്ള അതിൻ്റെ ക്രമപ്പെടുത്തിയും കൊണ്ടാണ് അതൊരു ദേവനെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് ഇതിൻ്റെ ചിട്ടകൾ നിൽക്കുന്നത്. ഇപ്പോൾ ഈ ലക്ഷദ്വീപത്തിൻ്റെ ശിവേലിക്ക് 60ാമത്തെ ഗരുഡവാഹനം പുറത്തേക്ക് ഇറങ്ങുന്നത് ലക്ഷദ്വീപത്തിൻ്റെ അന്നാണ്. ഒരു വർഷത്തിൽ 10 പ്രാവശ്യമാണ് ആ ഗരുഡൻ്റെ പുറത്ത് പത്മനാഭസ്വാമി എഴുന്നള്ളുക. അത് 60ാമത്തെ ഈ ലക്ഷദ്വീപത്തിൻ്റെ അന്നാണ്. അതാണ് ആദ്യത്തെ ഒരു പ്രത്യേകത. അത് ഇനി 59 ആവാൻ പറ്റില്ല എന്നുള്ള ഒരവസ്ഥയുണ്ട് ശരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് അതൊന്ന്. രണ്ടാമത്തത് വരുന്നത് ആ ശിവേലിക്ക് തമ്പുരാൻ സാധാരണ ഉത്സവകാലത്ത് മറ്റുള്ള ശിവേലികൾക്കോ ഈ മറ്റേ ഒക്കെ ആദ്യത്തെ പ്രദക്ഷിണം കഴിഞ്ഞാൽ പോകുന്ന ഇതിന് പകരം ഇത് 3 പ്രദക്ഷിണവും കഴിഞ്ഞ് തമ്പുരാൻ പോകുള്ളൂ. ഈ മുമ്പിൽ ആനയ്ക്ക് മാത്രമല്ല മറ്റേ ഋഷഭം, അശ്വം തുടങ്ങിയിട്ടുള്ള അങ്ങനെ ഒരു ഈ ചക്രവർത്തിയുടെ മറ്റേ യാത്രയുടെ എന്തെല്ലാം ഉണ്ടോ ആ തരത്തിലുള്ള എല്ലാ ഇതുകളോടും കൂടിയിട്ടാണ് അന്നത്തെ ശിവേലി. അത് അന്നത്തെ മാത്രം പ്രത്യേകതയാണ്. കാരണം അതൊരു വലിയൊരു അനുഭവമാണ്. പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നേക്കാൾ കണ്ടു മനസ്സിലാക്കേണ്ട ഒരു അനുഭവമാണെന്ന് പറയാം എന്നുള്ളതാണ്. ഒരു വിശേഷപ്പെട്ട ഒരു ഇത് തന്നെയാണ്. രാജാവ് ആനയെ നടക്കിരുത്തും അതിന് ശേഷം അല്ലേ? അത് അടുത്ത ദിവസം രാവിലെ ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് നടയിരുത്തുക. അത് കഴിയുമ്പോഴാണ് ആ ചടങ്ങ് പൂർത്തിയാവുക. വേദങ്ങളെക്കുറിച്ച്, ജപത്തെക്കുറിച്ച്, മുറജപത്തെക്കുറിച്ചൊക്കെ ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും അദ്ദേഹത്തോട് ചോദിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സമയക്കുറവുണ്ട്. വളരെയധികം നന്ദി ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിന്.